ഹലോ, വെൽക്കം ടു അവർ ചാനൽ. ഇന്നപ്പോൾ രാവിലെ തന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. രാവിലെ ഒരു ഞാൻ എണീറ്റത് മുതൽ കുട്ടികൾ പോകുന്നത് വരെയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചും കൊണ്ടുള്ളൊരു വീഡിയോ ആണ് ഇത്. ഞാനിപ്പോൾ എണീക്കുമ്പോൾ ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇന്നിപ്പോൾ അങ്ങനെ ഒരുപാട് രാവിലെ പണികളൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് എണീറ്റ് വന്നപ്പോൾ തന്നെ കുറച്ചൊരു സാമട്ടിലാണ്. അങ്ങനെ വർക്ക് ഏരിയയുടെ വാതിലൊക്കെ തുറന്നതിന് ശേഷം കുറച്ച് നേരം ആ ഒരു ഗ്രില്ലിൻ്റെ അടുത്തൊക്കെ പോയി നിന്ന് പുറത്തൊക്കെ നോക്കി കുറച്ച് നേരം നിൽക്കും കേട്ടോ. പിന്നെ നേരെ അടുക്കളയിലേക്ക് പിന്നെയുള്ള പണികളിലേക്കാണ്. അപ്പോൾ ഞാനിതാ ചപ്പാത്തിയാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അതിനുള്ള ചപ്പാത്തിയുടെ മാവൊക്കെ ഞാൻ ഇന്നലെ കുഴച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതപ്പോൾ ഞാനൊരു 5 മണിയൊക്കെ ആയപ്പോൾ വന്ന് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചപ്പാത്തി മാവ് റെഡിയാണ്. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ കുറച്ച് ചിയാ സീഡ്സ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും കുടിക്കണം. രാവിലെ എണീറ്റപ്പോൾ തന്നെ എപ്പോഴും കുറച്ച് വെള്ളം കുടിക്കാറുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഈ ഒരു ചിയാ സീഡ്സ് ഇട്ട വെള്ളമാണ് കുടിക്കുന്നത്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ രാത്രി കിടക്കാൻ പോകുന്നതിന് മുന്നേ വെള്ളത്തിലിട്ട് വെക്കും കേട്ടോ. അപ്പോൾ രാവിലേക്ക് നല്ലോണം കുതിർന്ന് നല്ല ഒരു ഇതായി വരും. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ ഇനി ഞാനത് കുടിക്കട്ടെ കേട്ടോ. അങ്ങനെ അതൊക്കെ കുടിച്ചതിന് ശേഷം ഞാനിതാ ചപ്പാത്തി പരത്താൻ വേണ്ടി നോക്കുവാണ്. ഞാൻ ഇങ്ങനെ ഒരു ന്യൂസ് പേപ്പർ വെച്ചതിന് ശേഷം അതിൽ വെച്ചിട്ടാണ് ചപ്പാത്തി പരത്തൽ. അപ്പോൾ ഞാൻ പിന്നെ എന്താണെന്ന് വെച്ചാൽ അരിപ്പൊടിയിലാണ് ചപ്പാത്തി പരത്തൽ. നിങ്ങൾ കേൾക്കുമ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഇത് എന്തൊരു ഇതാണെന്നല്ലേ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഗോതമ്പ് പൊടിയിലേതിനേക്കാളും കുറച്ചും കൂടി നന്നായി പരത്താൻ പറ്റും ഈ ഒരു അരിപ്പൊടിയാണെങ്കിൽ. ഞാനിപ്പോൾ കുറച്ച് നാളായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഗോതമ്പ് പൊടിയിലും പരത്താറുണ്ട്, എന്നാൽ ഇപ്പോൾ കൂടുതലും അരിപ്പൊടിയിലാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ചപ്പാത്തി കുറച്ചും കൂടി ഒരു സോഫ്റ്റ് ആവുന്ന പോലെ അങ്ങനെയൊക്കെ തോന്നാറുണ്ട് കേട്ടോ എനിക്ക്. ഓൾറെഡി എൻ്റെ ചപ്പാത്തി കുറച്ച് സോഫ്റ്റ് ആണ്, അങ്ങനെ ഹാർഡായി വരാറൊന്നുമില്ല. അപ്പോൾ ഈ ഒരു അരിപ്പൊടിയിൽ പരത്തിയെടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറച്ചും കൂടി നല്ലോണം സോഫ്റ്റ് ആയ പോലെ തോന്നാറുണ്ട്. അപ്പോൾ ഇന്ന് ചപ്പാത്തിക്കുള്ള കറി എന്താണെന്ന് വെച്ചാൽ പരിപ്പ് കറിയാണ്. അതപ്പോൾ ഞാൻ ഇന്നലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ചപ്പാത്തിയും പരിപ്പ് കറിയും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പരിപ്പ് കറി ചോറിനായാലും ചപ്പാത്തിക്കായാലും എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. പ്രത്യേകിച്ച് മീനുകുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എരിവൊന്നും ഉണ്ടാവാൻ പാടില്ല എന്നേ ഉള്ളൂ കേട്ടോ. എരിവുണ്ടായി കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾക്ക് കൂട്ടാൻ തീരെ ഇഷ്ടമല്ല കേട്ടോ. തീരെ എരിവ് ഇഷ്ടമല്ലാത്ത ആൾക്കാരാട്ടോ രണ്ടാളും. അപ്പോൾ എരിവില്ലാണ്ടാണ് കേട്ടോ കൂടുതലും കറി ഉണ്ടാക്കൽ, അങ്ങനെ എരിവില്ലാണ്ട് തന്നെയാണ്. അപ്പോൾ ഞാനിതാ ചപ്പാത്തി പരത്തിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കുട്ടികളോ സുനിയേട്ടനോ ഒക്കെ എന്തൊക്കെയോ വന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്ന പോലെയൊക്കെ കാണുന്നത്. ഞാനിപ്പോൾ മക്കൾക്ക് കഴിക്കാനും കൊണ്ടുപോകാനും വേണ്ട ചപ്പാത്തി മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടല്ലേ വേണ്ടു. അപ്പോൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ സമയം 6:45 ആയിട്ടുണ്ട്. കുട്ടികളൊക്കെ എണീറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നന്ദൂട്ടനാണെങ്കിൽ 7:45 ആകുമ്പോഴാണ് പോകേണ്ടത്. മീനുകുട്ടിക്ക് ഒരു 10-20 മിനിറ്റും കൂടി കഴിഞ്ഞ് ഒരു 8-10 ഒക്കെ ആകുമ്പോൾ പോയാൽ മതി. ഞാനിങ്ങനെ ചപ്പാത്തി പരത്തുമ്പോൾ ആലോചിക്കുകയാണ്, നമ്മൾ ചില വീഡിയോസിലൊക്കെ കാണാറില്ലേ ഈ ഇങ്ങനെ നമ്മൾ പരത്തുമ്പോൾ കൈ വെച്ചാക്കാണ്ട് ഈ ഒരു റോളിംഗ് പിന്ന് വെച്ചിട്ട് തന്നെ ഇങ്ങനെ പരത്തി റൗണ്ടാക്കി കൊണ്ടുവരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാനപ്പോൾ അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ എനിക്കെന്തോ അങ്ങനെ ഉണ്ടാക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല കേട്ടോ. അങ്ങനെ ഉണ്ടാക്കുന്നവരാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈ അരിപ്പൊടി വെച്ച് നമ്മൾ ചപ്പാത്തി പരത്തിയെടുക്കുമ്പോൾ എന്താ ഒരു പ്രധാന ഗുണം എന്താണെന്നറിയോ? അത് അങ്ങനെ ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. നമ്മൾ ചിലപ്പോൾ ഗോതമ്പ് പൊടിയൊക്കെ ആണെങ്കിൽ കുറച്ച് നമ്മുടെ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി കുറച്ച് കൂടുതൽ ലൂസാണെങ്കിൽ അത് പെട്ടെന്ന് ഇങ്ങനെ ഒട്ടിപ്പിടിക്കുമല്ലോ. അപ്പോൾ അരിപ്പൊടി ആണെങ്കിൽ അതങ്ങനെ ഒട്ടിപ്പിടിക്കൊന്നുമില്ല കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ പരത്തിയെടുക്കാനൊക്കെ പറ്റുമേ. ഞാൻ ചപ്പാത്തി പരത്തുന്നതിൻ്റെ അടുത്ത് തന്നെ നിങ്ങൾ റേഡിയോ കാണുന്നില്ലേ? രാവിലത്തെ ഒരു 6:45 വാർത്ത ഉണ്ടല്ലോ, അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അടുക്കളയിലുള്ള സമയത്തൊക്കെ റേഡിയോ ഓൺ ആയിരിക്കും കേട്ടോ. കൂടുതലും നമ്മുടെ സാധാ ആകാശവാണി ഉണ്ടല്ലോ, അതാണ് വെക്കുന്നത്. ഇനിയിപ്പോൾ അതിൽ ചിലപ്പോൾ പരിപാടികളൊന്നും ഇല്ലെങ്കിൽ ചിലപ്പോൾ പ്രൈവറ്റ് FM ഉണ്ടല്ലോ, അതൊക്കെ വെക്കുവേ. ഈ ഒരു ആകാശവാണിയിലുള്ള പാട്ടൊക്കെ കേൾക്കാൻ വേണ്ടി നല്ല രസമാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നല്ല മെലഡി സോങ്സും അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കേൾക്കാൻ. അങ്ങനെ നമ്മുടെ ചപ്പാത്തി പരത്തൽ പരിപാടി ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. ഇനിയപ്പോൾ നമുക്ക് ചപ്പാത്തി ഒന്ന് ചുട്ടെടുക്കണം കേട്ടോ. ഞാനിപ്പോൾ അവിടെ അങ്ങനെ കാര്യമായിട്ടൊന്നും ക്ലീൻ ചെയ്യുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ചപ്പാത്തി പരത്തണമല്ലോ, അതുകൊണ്ട് അതൊന്ന് മടക്കി അവിടെ വെക്കുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ആ ഒരു കാണുന്ന പൊടിയൊക്കെ വെറുതെ ഒന്ന് തുടച്ച് കളയണം. ഇല്ലെങ്കിൽ ചിലപ്പോൾ അതിങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും പാത്രങ്ങളൊക്കെ വയ്ക്കുമ്പോൾ അതിലൊക്കെ ആവുമല്ലോ. അപ്പോൾ ജസ്റ്റ് അത് മാത്രം ഒന്ന് തുടച്ച് കളയുന്നുണ്ട്. ഞാൻ ഇങ്ങനത്തെ ഈ ഒരു സ്പോഞ്ച് വൈപ്പ് വെച്ചിട്ടാണ് അടുക്കളയുടെ കൗണ്ടർ ടോപ്പൊക്കെ തുടക്കുന്നത്. ഇതാകുമ്പോൾ നല്ല ഈസി ആട്ടോ, നമുക്ക് തുടച്ച് പൊടികളൊക്കെ കളയാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതൊക്കെ തുടച്ച് കളഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം അല്ലേ. അതിന് മുൻപേ നമുക്ക് ഉണ്ടാക്കി വെച്ച കറി ഒന്ന് ചൂടാക്കി എടുക്കണം. എന്നാൽ മാത്രമേ കുട്ടികളുടെ ടിഫിൻ ബോക്സ് റെഡിയാക്കുമ്പോഴേക്കും അതൊന്ന് തണുത്ത് കിട്ടുള്ളൂ കേട്ടോ. പരിപ്പായതുകൊണ്ട് തന്നെ കുറച്ച് ഇന്നലെ ഉണ്ടാക്കിയപ്പോൾ ഉള്ളതിനേക്കാട്ടിലും കുറച്ചും കൂടി ഒന്ന് തിക്കായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നമ്മൾ കുടിക്കാൻ വേണ്ടി വെച്ച വെള്ളത്തിൽ നിന്ന് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ ചേർത്ത് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്.
ഇനി നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി എങ്ങാനും അടിയിൽ പിടിച്ച് പോകണ്ട. അപ്പോൾ ഏകദേശം അതൊക്കെ ചൂടായി നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് തണുക്കട്ടെ കേട്ടോ. അതപ്പോൾ ഞാൻ ഇൻഡക്ഷനിൽ നിന്ന് ഇറക്കി താഴെ വെച്ചിട്ടുണ്ട്. ഇനിയപ്പോൾ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ തുടങ്ങാം അല്ലേ. അങ്ങനെ ആദ്യത്തെ ചപ്പാത്തി പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചപ്പാത്തി ആയിക്കഴിഞ്ഞാൽ ഇട്ട് വെക്കുന്നത് കാസറോളിലാണ്. കാസറോളിലാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് കൂടുതൽ നേരം സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ. പെട്ടെന്ന് അങ്ങനെ ഹാർഡായി പോകുന്നില്ല. ചപ്പാത്തിയും പരിപ്പ് കറി ആയതുകൊണ്ടാട്ടോ കുട്ടികൾ സ്കൂളിൽ കൊണ്ടുപോകാനും ചപ്പാത്തി മതിയെന്ന് പറഞ്ഞത്. അവർക്ക് അത്രയും ഇഷ്ടമാണ് ചപ്പാത്തിയും പരിപ്പ് കറിയും കൂടി കഴിക്കാൻ വേണ്ടി. അല്ലെങ്കിൽ ഇതൊന്നും വേണ്ട, ചപ്പാത്തി വേണ്ടെന്നൊക്കെ പറയും. അങ്ങനെ നമ്മൾ ആദ്യത്തെ ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. ഇനി അപ്പോൾ ചപ്പാത്തിയിലേക്ക് നമുക്ക് കുറച്ച് നെയ്യൊന്ന് തേച്ച് കൊടുക്കണം. അങ്ങനെ ചപ്പാത്തി ആയി വരുമ്പോഴേക്കും മീനുക്കുട്ടി കുളിയൊക്കെ കഴിഞ്ഞ് ചപ്പാത്തി കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ മോൾക്ക് രാവിലെ മേല് മാത്രമേ കുളിക്കണ്ടൂ കേട്ടോ. എന്താണെന്ന് വെച്ചാൽ തല കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ ഉണങ്ങില്ലല്ലോ, മുടിയൊക്കെ പിന്നിയിട്ടൊക്കെ പോകേണ്ടതാണ്. അപ്പോൾ രാവിലെ മേല് മാത്രമേ കുളിക്കുള്ളൂ. തല സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം മാത്രമേ നനയ്ക്കുള്ളൂ കേട്ടോ. അങ്ങനെ മീനുകുട്ടിക്കുള്ള ചപ്പാത്തിയൊക്കെ ഞാനിതാ കറിയൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആൾ വാങ്ങിയിട്ട് ഇതാ കഴിക്കാൻ വേണ്ടി പോകാൻ നോക്കുകയാണ്. ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് ആകുമ്പോൾ കഴിക്കാനുള്ള ആ ഒരു ഇൻട്രസ്റ്റ് കുറച്ചുകൂടി കൂടുമല്ലോ. അപ്പോഴേക്കും അമ്മ ചായ വെക്കാൻ വേണ്ടി പോകുന്നുണ്ട്. കുട്ടികൾക്കുള്ള ചായ ഉണ്ടാക്കുന്നത് അമ്മയാണ്. അതപ്പോൾ അമ്മേൻ്റെ ഡ്യൂട്ടി കേട്ടോ. അങ്ങനെ അത് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്ത എൻ്റെ പരിപാടി എന്താണെന്ന് വെച്ചാൽ കുട്ടികളുടെ ലഞ്ച് ബോക്സ് റെഡിയാക്കലാണ്. ആദ്യം നമുക്ക് നന്ദൂട്ടൻ്റെ ലഞ്ച് ബോക്സ് റെഡിയാക്കാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അവനല്ലേ നേരത്തെ പോകേണ്ടത്. അപ്പോൾ അവനുള്ള ലഞ്ച് ബോക്സ് ആദ്യം നമുക്ക് റെഡി ആക്കാം. ആദ്യം ഞാൻ കുറച്ച് കറി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിൽ ചപ്പാത്തി ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. 3 ചപ്പാത്തിയാണ് കേട്ടോ അവൻ്റെ കണക്ക്. അപ്പോൾ നമുക്ക് ചപ്പാത്തിയൊക്കെ അങ്ങ് വെച്ച് കൊടുക്കാം. അതിന് ശേഷം ചപ്പാത്തിയുടെ മുകളിലേക്ക് നമുക്ക് കുറച്ചും കൂടി കറി ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അങ്ങനെ ചെയ്താൽ കഴിക്കാറാവുമ്പോഴേക്കും നല്ലോണം സോഫ്റ്റ് ആയിരിക്കുമല്ലോ ചപ്പാത്തി. എങ്ങനെയെങ്കിലുമൊക്കെ കഴിച്ച് അതിന് ശേഷം കളിക്കാൻ പോകേണ്ട തിരക്കായിരിക്കുമല്ലോ സ്കൂളിൽ നിന്ന് അവർക്ക്. അപ്പോൾ കുറച്ച് നല്ല സോഫ്റ്റ് ആയിരിക്കുമ്പോൾ കഴിക്കാനും നല്ല എളുപ്പമല്ലേ. അങ്ങനെ ചപ്പാത്തിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ചുകൂടി കറി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ നന്ദൂട്ടൻ്റെ ലഞ്ച് ബോക്സ് സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് മീനുകുട്ടീൻ്റെ ആണ്. മീനുകുട്ടിയും ഒരു ചപ്പാത്തി മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ കൊണ്ടുപോകാൻ വേണ്ടി. എന്താണെന്ന് വെച്ചാൽ കഴിക്കാൻ സമയം എടുക്കുന്നത് കൊണ്ട് മറ്റുള്ള അവളുടെ ഫ്രണ്ട്സൊക്കെ കഴിച്ച് കഴിയുമ്പോഴേക്കും തീരുന്നില്ല. അതുകൊണ്ട് കുറച്ച് മതി അമ്മേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ കളിക്കാനൊന്നും പിന്നെ സമയം കിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്ന് മതി എന്ന് പറഞ്ഞാൽ ഞാനൊരു 1.5 കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. 1 കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനം കിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് 1.5 വെക്കുന്നത്. അങ്ങനെ ഒരു 1.5 ഏകദേശം വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കറിയും കൂടി ഒന്ന് വെച്ച് കൊടുക്കാം. കറിയും ഒരുപാടൊന്നും വെച്ച് കൊടുക്കുന്നില്ല കേട്ടോ. കുറച്ച് ഒഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ അവിടെ നിന്ന് പിന്നെ തിരക്കല്ലേ, കളിക്കാനുള്ള തിരക്കും ഒക്കെ ആയതുകൊണ്ട് കഴിക്കാൻ പിന്നെ വലിയൊരു ഇൻട്രസ്റ്റ് ഒന്നും കാണില്ലല്ലോ. അപ്പോൾ മറ്റുള്ള കുട്ടികൾ പെട്ടെന്ന് കഴിച്ച് പോവുകയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പറയണ്ട. അങ്ങനെ അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 2 ആളുടെ ലഞ്ച് ബോക്സും ഓരോ കവറിലാക്കി വെക്കണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എങ്ങാനും നമ്മുടെ കറി പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ ചിലപ്പോൾ ബാഗിലോ അല്ലെങ്കിൽ ലഞ്ച് കിറ്റിലൊക്കെ ആവുമല്ലോ. അതുകൊണ്ട് ഓരോ കവറിലാക്കി വെക്കണം. പിന്നെ നന്ദൂട്ടനുള്ള സ്നാക്സും കൂടി എടുത്ത് വെക്കുന്നുണ്ട്. മീനൂട്ടിക്ക് പിന്നെ സ്കൂളിൽ നിന്ന് ചായയും സ്നാക്സൊക്കെ കിട്ടും കേട്ടോ. അതുകൊണ്ട് മീനൂട്ടിക്ക് സ്നാക്സ് ഒന്നും കൊണ്ടുപോകണ്ട. ഞാനിതൊക്കെ ചെയ്യുമ്പോഴേക്കും മീനുകുട്ടി ഭക്ഷണമൊക്കെ കഴിച്ച് കഴിയാറായിട്ടുണ്ട്. പിന്നെ നന്ദൂട്ടൻ അമ്പലത്തിൽ പോയി വരുന്നുണ്ട്. അവൻ അടുത്തെത്തി കഴിഞ്ഞാൽ പിന്നെ വീഡിയോ എടുക്കാൻ വിടൂല കേട്ടോ. അതുകൊണ്ടാണ് ദൂരേന്ന് എടുക്കുന്നത്. അങ്ങനെ അമ്പലത്തിൽ നിന്നൊക്കെ വന്ന് റെഡിയായി നന്ദൂട്ടൻ പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് മീനുകുട്ടീനെ റെഡിയാക്കാനുള്ള പരിപാടിയാണ്. അങ്ങനെ മീനുകുട്ടി യൂണിഫോമൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ മുടിയൊക്കെ ഒന്ന് പിന്നി കൊടുക്കണം. മുടി പിന്നി കൊടുക്കാൻ വേണ്ടി മുടി ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ തന്നെ അവൾക്ക് ഭയങ്കര വേദനയാണ്. അവിടെ തൊട്ടാ വേദന, ഇവിടെ തൊട്ടാ വേദന, ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. മിക്കവാറും ഈ ഒരു മുടി കെട്ടുന്ന ഈ ഒരു സമയത്തൊക്കെ ആയിരിക്കും കേട്ടോ നമ്മൾ രണ്ടാളും തെറ്റുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. ടാറ്റാ.